ഇന്ന് 9th ഡെമോ ക്ലാസ് കഴിഞ്ഞിട്ട് വരികയാണ്. ഇനി ഫുഡ് കഴിച്ചിട്ട് തിരിച്ചു പോകണം. 10th ക്ലാസ് ഉണ്ട്, ഒരു എക്സാം കണ്ടക്ട് ചെയ്യാണ്ട്, അങ്ങനെയൊക്കെ. അപ്പം ഡെമോ ക്ലാസ് ഫസ്റ്റ് ഡെമോ ആണ് 9th. സംഭവം വർക്കായി. അതായത് എൻ്റെ സംഭവം ഞാൻ തന്നെ എടുത്തിരുന്നത്, അതുകൊണ്ട് വർക്കായി എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സ്റ്റുഡൻറ്റ് റേഞ്ച് എന്ന് പറയുന്നത് വിരലിലുണ്ടാവുന്ന കുട്ടികളെ മാത്രമാണ്. അത് തന്നെയാണെന്നും വന്നിട്ടില്ല. 3 പേരാണ് ആകെ വന്നിട്ടുള്ളത്. 4 എൻക്വയറി ഉണ്ടായിരുന്നു. ഒരാൾക്ക് ഇന്ന് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു 3 പേര് വന്നു. അതിന് പല കാരണങ്ങളുണ്ട്. അത് കഴിഞ്ഞ് 3 വർഷമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. സ്ട്രെങ്ത്ത് അതേ വരുള്ളൂ എന്നുള്ള അറിയാം, പ്രത്യേകിച്ച് CBSE. അപ്പം പക്ഷേ എന്തെങ്കിലും ഒരിക്കൽ എനിക്ക് ഫുൾ സ്ട്രെങ്ത്ത് കണ്ടാൽ കൊള്ളാമെന്ന് ഭയങ്കരമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ 3 വർഷമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. നടക്കുമായിരിക്കും. ഡെമോക്ക് കണ്ടില്ലെങ്കിലും പിന്നീട് അഡ്മിഷൻ എടുത്തിട്ടെങ്കിലും ഗ്രാജുവലി എങ്കിലും ആ ഒരു സ്ട്രെങ്ത്ത് ഫില്ലാവുക എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, വരെ എത്തണമെന്നുണ്ട്. ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എനിക്ക് ചിലതൊക്കെ ഡോക്യുമെൻറ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. കാരണം പുറത്ത് നോക്കി കാണുമ്പോൾ ചിലരൊക്കെ വിചാരിക്കുന്ന സിനാപ്സ് സെറ്റായി എന്നുള്ളതാണ്. പക്ഷെ അല്ല, സ്റ്റിൽ ഇത് അതിൻ്റെ ഗ്രോത്ത് ഫേസിൽ, അതിൻ്റെ ഏർലി സ്ട്രഗ്ലിംഗ് ഫേസിലൂടെ തന്നെയാണ് സിനാപ്സ് ആണെങ്കിലും പ്രസൻറ്റ് ആണെങ്കിലും പോയിക്കൊണ്ടിരിക്കുന്നത്. 3 വർഷമായിട്ട് നല്ല പണി എടുത്തിട്ടുണ്ട്, സ്റ്റിൽ എടുത്തുകൊണ്ടിരിക്കുകയാണ്. സ്ലോ പ്രോസസ്സാണ്, അതെനിക്കറിയാം. അത് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. സാമ്പത്തികപരമായിട്ട് പ്രത്യേകിച്ച് ലാഭമൊന്നും ഉണ്ടായില്ലെങ്കിൽ പോലും ഉള്ളത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക, മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ധാരണ. അപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരോടും എനിക്ക് പറയാനുള്ളത്, ഇതിൽ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടാവും, അല്ലാതെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളവരുണ്ടാവും. ആരാണെങ്കിലും എന്താണെങ്കിലും വെയിറ്റ് ചെയ്യേണ്ട, തുടങ്ങുക. ഉള്ളത് വെച്ച് തുടങ്ങുക. എല്ലാം റെഡി ആയിട്ട് ചെയ്യാം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നിന്ന് പോകത്തേ ഉള്ളൂ. ഉള്ളത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമത്തിൽ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ഒന്നുമില്ലെങ്കിലും ഉള്ളതിനെ നമ്മൾ എന്ത് ചെയ്യുക, അഭിമാനത്തോട് പ്രസൻറ്റ് ചെയ്യുക. ഞാനതാണ് സിനാപ്സിൻ്റെ കേസ് ചെയ്തിട്ടുള്ളത്. ആ പ്രസൻറ്റേഷനിലാണ് ആളുകൾക്ക് കുറച്ച് പേർക്കെങ്കിലും സിനാപ്സിനെ ട്രസ്റ്റ് ചെയ്യാൻ തോന്നിയതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ കോൺഫിഡൻ്റ് ആണ് നമ്മുടെ ബ്രാൻഡിൻ്റെ മേലെ എന്ന് കാണിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആളുകൾ നമ്മളെ ട്രസ്റ്റ് ചെയ്യും. ആ കോൺഫിഡൻസ് കാണിക്കാൻ നമ്മൾ തയ്യാറാവണം. നമുക്ക് തന്നെ നമ്മുടെ മേലെ കോൺഫിഡൻസ് ഇല്ലെങ്കിൽ പിന്നെ ആര് കാണിക്കാനാണ്? ഓക്കെ, അപ്പം അത് ബിസിനസ് ആണെങ്കിലും വേറെ എന്താണെങ്കിലും, ഇനിയിപ്പോൾ നിങ്ങൾ നേരെ തുടങ്ങിയില്ലെങ്കിൽ അതിനുള്ള പ്രിപ്പറേഷൻസ് എങ്കിലും അറ്റ്ലീസ്റ്റ് ചെയ്യുക. ഞാൻ സിനാപ്സ് തുടങ്ങിയത് കഴിഞ്ഞ വർഷമാണ്. പക്ഷേ സിനാപ്സ് തുടങ്ങുന്നതിൻ്റെ മുന്നേ അത് തുടങ്ങാനുള്ള ഒരു പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു, ഒരു 1.5 വർഷത്തോളമുള്ളൊരു പ്രിപ്പറേഷൻ. ഓക്കെ, അപ്പോൾ അതൊക്കെ ഇതിൻ്റെ പാർട്ടായിരുന്നു, ഈ ജേണിയുടെ പാർട്ടായിരുന്നു. സിനാപ്സിൻ്റെ ജേണി തന്നെയാണത്. അപ്പം യാ ഓരോ പോസ്റ്റർ നമ്മൾ ഓരോരുത്തർ വിചാരിക്കുന്നത് സംഭവം സെറ്റായി മേലോട്ട് പോയിക്കൊണ്ടിരിക്കുകയെന്നല്ല. അല്ല, പോവും, വൺ ഡേ അത് പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ സ്റ്റിൽ ആ ഒരു സ്ട്രഗ്ലിംഗ് ഫേസിലാണ്. ആ സ്ട്രഗ്ലിംഗ് ഫേസിൻ്റെ ചില ഇവൻറ്റുകളൊക്കെ ഒന്ന് ഡോക്യുമെൻറ്റ് ചെയ്താൽ കൊള്ളാം. അതിന് എത്രത്തോളം പോസിബിൾ ആണ്. ഞാനിതിൽ അത്ര ഓക്കെ അല്ല, ബെസ്റ്റ് അല്ല കണ്ടൻറ് ക്രിയേഷനിൽ. എനിവേ മുന്നോട്ട് പോവാം, അടിപൊളിയായിട്ട് മുന്നോട്ട് പോവാം, ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമത്തിൽ.